മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് വേർപെടുത്താനുള്ള തീരുമാനത്തിൽ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തീരുമാനം പുനഃപരിശോധിക്കണമെന്നത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യമാണ്. പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുകയും ഇത് ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എം.ജി. പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. എം.ജി. പ്രദേശ്, കർണാടകയിലെ ബി.ജെ.പി. സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനമെന്ന വിമർശനം നേരത്തെ വി.കെ. ശ്രീകണ്ഠൻ അടക്കമുള്ളവർ ഉന്നയിച്ചിരിക്കുന്നു. കേന്ദ്രത്തെ സമീപിക്കും, വിയോജിപ്പ് അറിയിക്കും, തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെടും എന്നതാണ് മുഖ്യമന്ത്രിയുടെയും നിലപാട്. മാധു, തീർച്ചയായും. കാരണം പാലക്കാട് ഡിവിഷൻ വിഭജനം അത് സംസ്ഥാന സർക്കാരോ എംപിമാരോ പോലും അറിയാതെ വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. അതൊരു ഏകപക്ഷീയ നടപടിയാണ് എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തുന്നത്. അത് ദക്ഷിണ റെയിൽവേയും കേരളത്തെയും പ്രതികൂലമായി തന്നെ ഈ വിഭജനം ബാധിക്കുമെന്നതാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തെഴുതും എന്നതാണ് ഒരു വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുന്ന കാര്യം. എംപിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദം കേന്ദ്രത്തിന്മേൽ ചെലുത്തും എന്നതാണ് വാർത്താക്കുറിപ്പിലൂടെ പറയുന്ന കാര്യം. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എന്നുകൂടി വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. അടിയന്തരമായി പ്രശ്നപരിഹാരം ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ആവശ്യപ്പെട്ട കേന്ദ്രത്തെ അധികം വൈകാതെ തന്നെ സമീപിക്കും. അതിന്റെ ആദ്യ പടിയെന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും മുഖ്യമന്ത്രി കത്തെഴുതുക. മാധു. യെസ്, എം.ജി. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരുടെയും തീരുമാനം.